5:15 ഹായ്, ഞാനും അമ്മയും കൂടി വിഷുവിന്റെ ഡ്രസ്സ് തയ്ക്കാൻ കൊടുക്കാൻ വേണ്ടിയിട്ട് തൃപ്പൂണിത്തുറയിലോട്ടൊന്ന് പോവാണ്. അപ്പം കുറേ ദിവസമായി വാങ്ങിച്ചു വെച്ചിട്ട് മെറ്റീരിയൽ, പക്ഷെ കൊടുക്കാൻ പറ്റിയില്ല. അപ്പം ഇന്ന് അത് കൊടുക്കാൻ പോവാണ്. മാത്രമല്ല നമുക്ക് ഇന്ന് കലൂരൊന്ന് പോകേണ്ട ആവശ്യമുണ്ട്. ഇപ്പൊ നമ്മൾ പോണതെന്ന് വെച്ചാലേ ഇവിടെ പേട്ട മെട്രോ സ്റ്റേഷന്റെ അങ്ങോട്ടേക്കാണ്. കാര്യം കാർ അവിടെ ഇട്ടിട്ട് നമ്മൾ മെട്രോയ്ക്കാണ് കലൂർ പോകാൻ പോണേ. പിന്നെ ഞങ്ങൾക്ക് ജയലക്ഷ്മിയിലും ഒന്ന് പോകേണ്ട ആവശ്യമുണ്ട്. അപ്പൂപ്പന് ഞാൻ വിഷുവിന് വേണ്ടി ഒരു മുണ്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് ഡബിൾ മുണ്ടാണ് വാങ്ങിച്ചത്. അപ്പൊ അപ്പൂപ്പൻ സിംഗിളാണ് യൂസ് ചെയ്യുന്നത്. അപ്പൊ അതും കൂടി മാറ്റണം. മാത്രമല്ല അങ്ങനെ പിന്നെ ഇന്ന് ശരിക്കും റംസാന്റെ ഹോളിഡേ ആയത് കാരണം എനിക്ക് ജോലി ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്കാണെങ്കിൽ അമ്മ ഇത് ഇവിടെ പെട്രോൾ അടിക്കും കേട്ടോ. അപ്പോൾ നമുക്കെന്ന് വെച്ചാൽ എനിക്കിന്ന് റെഡിയാവാനൊക്കെ മടിയായിരുന്നു. പിന്നെ കലൂർ കൊണ്ട് അത്യാവശ്യം ആയത് കാരണം നമ്മൾ പോകാൻ വിചാരിച്ചു. ഇവിടെ പെട്രോൾ അടിക്കാൻ പോവാം. ഇവിടത്തെ പാർക്കിംഗ് നല്ല സ്പേഷ്യസ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ വന്നിട്ടിട്ട് സുഖമായിട്ട് പോവാം. ഇങ്ങോട്ടേക്ക് എടുത്തോ, ലെഫ്റ്റിലോട്ട്. ഇവിടെ എന്തോരം സ്ഥലമുണ്ട്. അപ്പൊ നമ്മള് വണ്ടി ഇവിടെ പാർക്ക് ചെയ്തു. പിന്നെ ഇവിടെ ഒരു കായല് പോലത്തെ ഒരു സംഭവം ഉണ്ട്, നോക്കാം. ഇവിടെ നല്ല കായല് പോലത്തെ സംഭവമൊക്കെ ഉണ്ട്. അമ്മേ 5:15 അപ്പൊ 5:15. നമുക്ക് അവിടെ 6 മണി വരെയാണ് ശരിക്കും ഉള്ളത്. അപ്പൊ ആ ചേച്ചീനൊന്ന് വിളിച്ചു നോക്കമ്മ. അമ്മ ചേച്ചീനോട് വിളിച്ചു പറയാ. നമ്മൾ വണ്ടി പാർക്ക് ചെയ്ത് അപ്പം 2 to 3 hours പാർക്ക് ചെയ്യാൻ 15 rupees-ആണ്. ലിഫ്റ്റ് എസ്കലേറ്ററിൽ നമുക്ക് നിന്ന് പോവാമെങ്കിലും തിരക്കുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ ഇതുപോലെ നടന്നു പോകും. നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എത്താറായേ. നമ്മൾ കലൂർ എത്തിയതിന് ശേഷം ആ കാണുന്ന സ്ഥലത്താണ് നമുക്ക് പോവേണ്ടത്. അപ്പം അങ്ങോട്ട് നടക്കുന്ന ടൈമിൽ ഞാൻ ഇപ്പം വീഴാൻ ജസ്റ്റ് പോയി ഇങ്ങനെ. പക്ഷെ അങ്ങനെ നടന്ന് അവിടെ എത്തി. ഈ ഒരു സണ്ണിൻ്റെ ഒരു ഗ്ലോ നല്ല രസമുണ്ടല്ലേ. ഇവിടെയൊക്കെ എന്തൊരു ബ്ലോക്കാന്ന് നോക്കിയേ. എൻ്റെ ജോലിയുടെ സ്ഥലം ഈ കലൂർ ഭാഗത്തോട്ടൊന്നും അല്ലാത്ത കാരണം രക്ഷപ്പെട്ടു. കാര്യം ഇവിടെയൊക്കെ ഭയങ്കര ബ്ലോക്കാണ്. എനിക്കറിയില്ല ഇന്നത്തെ ദിവസം എന്തുകൊണ്ടാണ് ഇത്രയും ബ്ലോക്ക്. ബിക്കോസ് റംസാൻ ഹോളിഡേ അല്ലേ, എനിക്കറിയില്ല. എനിവേസ് ചിലപ്പോൾ എല്ലാവരും ഐ ഡോണ്ട് നോ. ബസ്സിലൊക്കെ നല്ല തിരക്കുണ്ട് കണ്ടോ. ബസ്സെല്ലാം ഫില്ല് തന്നെയാണ് ഓൾമോസ്റ്റ്. എന്നിട്ട് ഞാൻ അകത്ത് കയറിയിരുന്നു. AC ആയത് കാരണം ചൂടെടുക്കാണ്ടിരിക്കും. നമ്മുടെ ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു. ഇനി ജയലക്ഷ്മി പോകാൻ പോവാണ്. അപ്പോൾ ഓർത്തോണ്ടിരിക്കണം. നമ്മളപ്പോൾ കലൂർത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് ജയലക്ഷ്മിയിൽ വന്നു. അപ്പോൾ ഇവിടെ നിന്ന് കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പൂപ്പയുടെ മുണ്ട് ഡബിൾ മുണ്ടാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ അതൊന്ന് സിംഗിള് മാറ്റി വാങ്ങിക്കണം. പിന്നെ ഒരു ഷർട്ട് വാങ്ങിക്കണം അപ്പൂപ്പക്ക്. പിന്നെ അങ്ങനെ കുറച്ച് പണികൾ. അമ്മത് അവിടെ വർത്താനം പറഞ്ഞ് നിൽക്കും. എന്താന്നാ നമ്മുടെ മരട്ടിൽ അമ്മ വീടിൻ്റെ അടുത്തുള്ള അമ്മക്കൊക്കെ അറിയുന്നൊരു ചേട്ടനായിരുന്നു ഓട്ടോറിക്ഷ. അപ്പം മരട്ടിൽ ഓരോ വിശേഷങ്ങളൊക്കെ പറയുക. ജയലക്ഷ്മിന്ന് വാങ്ങിച്ചു കഴിഞ്ഞു. ഞങ്ങൾ അപ്പൂപ്പന് ഒരു മുണ്ട് മാത്രം മാറ്റാമെന്ന് വിചാരിച്ചാണ് വന്നേ.
പക്ഷെ അമ്മക്കും കൂടി ഒരു സെറ്റും കൊണ്ട് വാങ്ങിച്ചു. ഞാൻ കാണിച്ചു തരാട്ടോ. അപ്പം ഞാൻ മെട്രോ മോളിൽ എന്നിട്ട് നമ്മൾ നേരെ മഹാരാജാസ് മെട്രോ സ്റ്റേഷനിൽ നിന്ന് മെട്രോ കയറി പേട്ടയിൽ വന്ന് ഇറങ്ങി. ഞാനത് വോയിസ് ഓവർ കൊടുക്കാമെന്ന് വിചാരിച്ചു. കാര്യം ഭയങ്കര നോയിസ് ഡിസ്റ്റർബൻസ്, അപ്പോൾ കേൾക്കുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പേട്ട മെട്രോ സ്റ്റേഷനിൽ ഞാനും ചേച്ചി ഇവിടെ ഉള്ള ടൈമിൽ എപ്പോഴും വണ്ടി വെച്ചിട്ട് ഞങ്ങൾ ലുലുവിലൊക്കെ പോകുമായിരുന്നു. അപ്പോൾ അത് കാരണം ആ ഒരു ഇതെൻ്റെ മനസ്സിൽ പെട്ടെന്ന് വന്നു. എന്നിട്ട് ഞാൻ അപ്പോൾ കുറേ പ്രാവശ്യം പറയണ്ടായിരുന്നു. അതാണ് അടുത്ത വീഡിയോയിൽ ഞാൻ അപ്പോനെ പറ്റി പറയാം. ഞാൻ കുറേ അപ്പോൾ പറയാണ്ട്. നമ്മുടെ കാർ അവിടെ ഉണ്ട്, നടക്കുക. അപ്പോൾ ഞാൻ ഇന്നൊരു വ്ളോഗ് എടുക്കാമെന്ന് വിചാരിച്ചത്, സത്യം പറഞ്ഞാൽ നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നും ഇല്ലല്ലോ. ഓഫീസിൽ പോകുന്നു, വരുന്നു, പിന്നെ വീട്ടിലിരിക്കുന്നു. നമ്മൾ സ്കൂളിലും ഒക്കെ പോലെ നമുക്കിങ്ങനെ വേറെ എൻ്റർടൈൻമെൻറ്റ്സ് ഫ്രണ്ട്സൊക്കെ ആയിട്ട് കളിച്ചിരി അങ്ങനെയൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് കാരണം ഇങ്ങനെ വ്ളോഗൊക്കെ എടുക്കുമ്പോൾ എനിക്കിഷ്ടമാണ് ആക്ച്വലി വീഡിയോസ് അങ്ങനെയൊക്കെ എടുക്കാൻ. അപ്പം വ്ളോഗൊക്കെ എടുക്കുമ്പോൾ നമുക്കൊരു എൻ്റർടൈൻമെൻ്റ് ആണല്ലോ. അപ്പോൾ ആ ഒരു രീതിയിലാണ് വ്ളോഗൊക്കെ എടുക്കുന്നത്. അപ്പോൾ അത് നമ്മളുടെ കാർ ഇവിടെ ഇട്ടിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ തൃപ്പൂണിത്തുറയിലോട്ട്. എന്തിനാണ് നമ്മൾ തൃപ്പൂണിത്തുറ പോണത് എന്ന് വെച്ചാൽ, ഇപ്രാവശ്യം വിഷുവിന് കുറച്ച് എല്ലാവർക്കും ചെറുതായിട്ട് ഓരോ ഡ്രസ്സും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ വിഷുവിൻ്റെ ഒരു വ്ളോഗ് ഇടുമ്പോൾ കാണിക്കാം. അപ്പം ഞാൻ ഓൾറെഡി വാങ്ങിച്ച ഒരു മെറ്റീരിയൽ ഉണ്ട്. അത് പക്ഷെ ഇതുവരെ തയ്ക്കാൻ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ ഇന്ന് അത് തയ്ക്കാൻ കൊടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ തയ്ക്കാൻ കൊടുക്കുന്ന സ്ഥലം 9 മണി വരെ ഉണ്ട്. അപ്പോൾ അത് ഇന്ന് അങ്ങോട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മൾ പോയിക്കൊണ്ടിരിക്കുവാണ്. ഇന്നിപ്പോൾ റോട്ടിൽ ആരും ഇല്ല. സാധാരണ നമ്മൾ കാറിന് വരുമ്പോൾ എപ്പോഴും അമ്മ ഇവിടെ പാർക്ക് ചെയ്യുള്ളൂ. എത്ര സ്ഥലം ഉണ്ടെങ്കിലും അമ്മക്ക് ഇവിടെ തന്നെ പാർക്ക് ചെയ്യണം, കംഫർട്ടബിൾ. പക്ഷെ ഇന്ന് ഇതേ റോട്ടിലൊന്നും ഒരു വണ്ടി പോലും ഇല്ല. ഇന്ന് പ്രത്യേകിച്ച് റംസാനൊക്കെ ആയത് കാരണം എറണാകുളത്ത് നേരെ ഓപ്പോസിറ്റ് ആയിരുന്നു. അപ്പം അതുകൊണ്ട് നമുക്ക് വണ്ടി അങ്ങോട്ടേക്ക് കൊണ്ടുപോകാം. നമ്മുടെ തൃപ്പൂണിത്തുറയിൽ ഇവിടെ തന്നെയുള്ള രാജധാനി ഇല്ലേ, ഐസ്ക്രീം പാർലർ. പണ്ടൊക്കെ സ്ഥിരം ഐസ്ക്രീം, ഞാൻ ഗ്രാസ് ഹോപ്പറും അമ്മയൊക്കെ റോയൽ ഫലൂഡ, ദേവിക ഷാർജ ഷേക്ക് സ്ഥിരം കഴിക്കുമായിരുന്നു. പക്ഷെ ഇപ്പോള് എനിക്കെന്തോ ഐസ്ക്രീം എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് എന്താ പറയണത്, എനിക്കിപ്പോൾ എന്താ തണുപ്പുള്ളത് അധികം കഴിച്ച് കഴിയുമ്പോൾ എനിക്ക് തൊണ്ടക്ക് പ്രശ്നം വരും. അത് കാരണം ഞാൻ അങ്ങനെ ഐസ്ക്രീം തിങ്സ് അധികം അങ്ങനെ കഴിക്കാറില്ല. അല്ലെങ്കിൽ ഐസ്ക്രീം കഴിക്കാറുണ്ട്. തയ്ക്കാനൊക്കെ കൊടുത്തിട്ട് ഈ ഡ്രസ്സ് എന്താണ് ഈ ഡ്രസ്സ് എന്താണ് അതിന്റെ ഫൈനൽ ലുക്ക് എന്നുള്ളത് നമുക്ക് വിഷുവിന്റെ വ്ളോഗിൽ കാണാം. എടുത്ത് സൂക്ഷിച്ച് വെക്കണം എപ്പോഴും. ബിക്കോസ് ഒരിക്കൽ ഞാൻ കാറിന് അകത്ത് വെച്ച് അടച്ചു. പക്ഷെ എന്താ പറയാ, ഇപ്പൊ പറയാറില്ല. അതെപ്പോ ഓർക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ ഇറങ്ങി. ഞാൻ തയ്ക്കാൻ കൊടുത്തു. ഇന്നിപ്പോ വെനസ്ഡേ കൊടുത്താ ചേച്ചി, സൺഡേ തരാന്ന് പറഞ്ഞു. സാധാരണ അങ്ങനെ വിഷുവിന് പുതിയത് ഇപ്രാവശ്യം വിഷുവിന് എന്തോ പുതിയതിടാൻ തോന്നുന്നു. അപ്പൊ അത് കാരണം എന്തായാലും മെറ്റീരിയൽ ഉണ്ടായിരുന്നു. അപ്പൊ അതങ്ങോട്ട് കിട്ടുവാണെങ്കിൽ ഇടാന്ന് വിചാരിച്ചു. അപ്പൊ അത് തയ്ച്ച് കിട്ടും. സാറ്റർഡേ കിട്ടും, സൺഡേ ആണല്ലോ വിഷു. അപ്പൊ ഇടാം. വിശക്കുന്നുണ്ട്. അപ്പൊ എന്താ ചെയ്യണ്ടേ? ഫുഡ് എന്താ ചെയ്യണ്ടേ? ചോറ് കഴിക്കണമെങ്കിൽ നമുക്ക് കഴിക്കാം. പക്ഷെ കഴിക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ബിരിയാണി ഡോട്ട് കഴിച്ചിട്ട് പോവാം. വിശക്കുന്നുണ്ട് നന്നായിട്ട്. ഉച്ചക്ക് കഴിച്ചതിന് ശേഷം പിന്നെ ഫുഡൊന്നും കഴിച്ചിട്ടില്ല. അല്ലെങ്കിലും വൈകുന്നേരം ഒന്നും കഴിക്കാറില്ല. എന്നാ പിന്നെ നമുക്ക് ബിരിയാണി ക്ഷീണിച്ചെന്ന് അവര് പറഞ്ഞത് കറക്റ്റാണ്. ഞാൻ ക്ഷീണിച്ചിട്ടൊന്നും ഉണ്ടാവൂല.
ഓക്കെ, അപ്പൊ biryani.com ബിരിയാണി കഴിച്ചാലോ? biryani.com എന്ത് പറ്റി അമ്മ? എടി ഇന്ന് റംസാനാണ്, ചെയ്യാതിരി എനിക്ക് ചെറിയ ഡൗട്ട്സ് ഉണ്ട്. biryani.com ബിരിയാണി കഴിക്കാൻ വിചാരിച്ചത് മുസ്ലിംസിന്റെ കടയാണ്, റംസാനായിട്ട് തുറന്നിട്ടില്ല. ഞങ്ങളിങ്ങനെ കാർ ഓടിച്ചു പോവാട്ടോ. അപ്പൊ biryani.com വേറെ സ്ഥലം കണ്ടിട്ട് ആ biryani.com ആണെന്നൊക്കെ വിചാരിച്ചു. പക്ഷെ biryani.com ഇന്ന് തുറന്നിട്ടില്ല. എന്ത് അപ്പൊ അവിടെ ഇരുന്ന് കഴിക്കാൻ നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. അപ്പൊ നമുക്ക് ഇന്ന് ബിരിയാണി കഴിക്കുന്നില്ല. വിശന്ന കുടല് കരിയലുമായി വീട്ടിൽ പോവാം. വീട്ടിൽ ഫുഡ് ഉണ്ടല്ലോ അല്ലേ? വീട്ടിൽ നല്ല കക്കയിറച്ചി ഫ്രൈ, മീൻ കറി, ചോറ്, മാമ്പഴപ്പുളിശ്ശേരി, പപ്പടം, സെറ്റ്. അത് മതി ഇന്ന്. സൂപ്പർ. ഇത്രയും പോരെ? വാതില് തുറക്കട്ടെ, ഗേറ്റ് അടക്കട്ടെ. സത്യം പറഞ്ഞാൽ എനിക്ക് നന്നായിട്ട് ഉറക്കം തന്നെ, ഭയങ്കര ടയേർഡ് ഇച്ചിരി ആയ പോലത്തെ ഒരു ഫീലുണ്ട്. കുറച്ച് ടയേർഡായ പോലത്തെ ഒരു ഫീലുണ്ട്. ടയേർഡ് ആവാന്ന് വെച്ച് കഴിഞ്ഞാൽ കാറിൽ പിന്നെ മെട്രോയ്ക്കൊക്കെയാണ് പോയേ. എന്നാലും എനിക്കെന്തോ ഉറക്കം വരുന്നു, ഫുഡും വിശക്കുന്നുമുണ്ട്. അപ്പോൾ ഫുഡ് കഴിച്ചിട്ട് ഉറങ്ങാം. മണി ആകെ 8:45 ആയിട്ടുള്ളൂ. ഇതൊക്കെ നമ്മുടെ വീട്ടിലെ ഗാർഡിയൻസ് ആട്ടോ. അമ്മ വന്നോണ്ടിരിക്കുന്നു അമ്മ. അപ്പൊ അങ്ങനെ വീടെത്തി. സോ അത്രയൊക്കെ ഉള്ളൂ. ബൈ. കാറിൽ വെച്ച് നമ്മൾ ബിരിയാണി കിട്ടാത്തത് വിഷമിച്ചെങ്കിലും ഇത്രയും നല്ല ഫുഡ് വേറെ എവിടെ കിട്ടൂലേ? സോ അങ്ങനെ നല്ലൊരു ഫുഡും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വ്ലോഗ് അത്രയൊക്കെ ഉള്ളൂ. ബൈ.